ഈ അടുത്തൊന്നും കേൾക്കാത്ത വിധം ഇറാൻ ഇസ്രയേൽ സംഘർഷം ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തുകയാണ്. വലിയ യുദ്ധം തന്നെയാണ് നടക്കുന്നത്. രണ്ട് ലോക രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. പക്ഷേ എല്ലാവരും നോക്കുന്നത് പ്രശാന്ത് സാർ അമേരിക്കയുടെ ഒരു ഇടപെടലിനെ പറ്റിയാണ്. ലോക പോലീസ് ചമയുന്ന അമേരിക്ക ഈ യുദ്ധത്തിൽ എങ്ങനെ ഇടപെടുമെന്ന്. അമേരിക്ക ഒരു ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നു എന്ന് പോലും ട്രംപിന്റെ പല പ്രസ്താവനകളും കണ്ടാൽ നമുക്ക് തോന്നും. എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു നീക്കം? ഈ യുദ്ധം ശുഭപര്യവസായിയാകുമോ അമേരിക്കയുടെ ഒരു നീക്കത്തിലൂടെ? അമേരിക്കയുടെ നീങ്ങി നീങ്ങി ട്രംപ് ഇപ്പൊ രണ്ട് യുദ്ധമുഖമുള്ള ഇസ്രായേലും അല്ലെങ്കിൽ പ്രോക്സികളുമായിട്ടുള്ള യുദ്ധവും റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധം ഇപ്പം ഇടപെട്ട് മൂന്ന് യുദ്ധവുമായി. ഇപ്പൊ ഇറാനും തന്നെ യുദ്ധമായി. അപ്പൊ ആ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷെ അമേരിക്ക ഇതിനകത്ത് ഈ പ്രത്യക്ഷമായിട്ട് ഇടപെടുന്നില്ലെന്ന് പറയുന്നെങ്കിലും പൂർണ്ണ പിന്തുണ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവനയും വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കൂടെ തന്നെയാണ് അമേരിക്ക. പൂർണ്ണ പിന്തുണയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പോഴും ഇടപെടുന്നതിനെ പറ്റി ആലോചിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയൊരു നാണക്കേട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അമേരിക്ക ഈ ആണവ കരാറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു കരാറിൽ ഒപ്പിടിയിക്കുന്നതിന് വേണ്ടി ഒരു അഞ്ച് റൗണ്ട് ചർച്ച നടന്നിരിക്കുന്നു. അതിന് ആറാമത്തെ ചർച്ച നടക്കുന്ന തീയതിക്ക് മുമ്പായിട്ടാണ് ഇസ്രായേൽ കയറി ഇറാനെ ആക്രമിക്കുന്നത്. അപ്പൊ അതിനുശേഷം നിരുപാധികമായിട്ട് ആ കരാറിൽ നിന്ന് ഇറാൻ പിൻവാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം നീ എന്റെ പാട്ടിന് പോടാ, ഞങ്ങളെ അങ്ങനെ ജോലി നോക്കിയോളാം എന്നുള്ള ഒരു വർത്തമാനമാണല്ലോ അതിനകത്ത് നിന്നുള്ളത്. കാരണം ഇത്രയും വലിയൊരു രാജ്യത്തിനകത്ത് അവരുടെ ആ ഒരു പരസ്പരം ധാരണയിൽ ഒരു കരാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരു സംസാരവും ഇല്ല, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾ അത് യുദ്ധം ചെയ്തോളാം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ഞങ്ങൾ നാളെ കാലത്തെ എന്ത് വേണമെന്ന് ഞങ്ങളുടെ രാജ്യത്ത് തീരുമാനിക്കാനുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ പരമാധികാരം ഞങ്ങൾ തന്നെ കയ്യിൽ വെച്ചിരിക്കാം, അല്ലെങ്കിൽ ഇനിയൊരു സംസാരമില്ല എന്നുള്ളതാണ്. അത് അമേരിക്കയ്ക്ക് ട്രംപിന് വലിയൊരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിന്റെ ഫലമായിട്ട് ഈ മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധക്കപ്പലുകൾ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ നീങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം തന്നെ വരുന്നുണ്ട്. അത് കൂടാതെ അവരുടെ ആണവ കാരിയർ അല്ലെങ്കിൽ ആണവ ആയുധം വഹിക്കാൻ പറ്റുന്ന വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ആണവ വിന്യാസം നടത്തിയിരിക്കുന്നു. അതിനുള്ള ഒരു തയ്യാറെടുപ്പും കൂടി അമേരിക്ക നടത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അതായത് യുദ്ധത്തിൽ ഇപ്പൊ ഞങ്ങൾ ഇടപെടുന്നില്ല, നാളെ കാലത്തെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും അല്ലെങ്കിൽ ഇറാൻ സംവിധാനങ്ങളും ഇറാനെ സഹായിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും രാജ്യം നിന്നിട്ട് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു കോട്ടം ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഇടപെടുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ വളരെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. കൂടാതെ ഈ പറയുന്നത് പോലെ ഇതിന്റെ എല്ലാം പിറകിൽ അമേരിക്കയാണെന്ന് പലവട്ടവും ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ ഒരുപക്ഷെ ശരിയായ ഒരു ഇറാന്റെ നിഗമനം തന്നെയാണ്. ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് മൊത്തം പ്രോക്സികളുള്ള അല്ലെങ്കിൽ പ്രോക്സികളെ വെച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രാജ്യമായിട്ടുള്ള ഇറാൻ ഇവരുടെ ആണവ താവളങ്ങൾ അല്ലെങ്കിൽ സൈനിക ബേസുകൾ, അമേരിക്കയുടെ സൈനിക ബേസുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് കൂടുതലായിട്ട്. കഴിഞ്ഞ ദിവസം ഇറാഖിലെ സൈനിക ബേസ് ആക്രമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഖത്തറിലേക്കും ഒരുപക്ഷെ സൗദി അറേബ്യയിലേക്കും മറ്റ് പല സ്ഥലങ്ങളിലേക്കും ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ഏതാണ്ട് 50,000-ഓളം പട്ടാളം ഈ ബേസുകളിൽ ഈ അമേരിക്കയുടെ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കൂടുതൽ പട്ടാളത്തെയും അല്ലെങ്കിൽ സൈനിക കോപ്പുകളെയും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പം അതിന്റെ കൂടെ തന്നെ യൂറോപ്യൻ കൺട്രീസ്, അതായത് ബ്രിട്ടന്റെ യുദ്ധവിമാനങ്ങൾ ഇറാനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് വന്നിരിക്കുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം വ്യാപകമായിട്ടുള്ള യുദ്ധം രണ്ട് രാജ്യങ്ങൾ മാത്രം നടത്തി പോകുന്ന ഒരവസ്ഥ. അമേരിക്ക പറയുന്നത് ഇസ്രയേലിന്റെ മാത്രം താല്പര്യമാണ്, ഞങ്ങളുടെ താല്പര്യമല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഈ അറ്റാക്കിന്റെ പുറകിൽ ഞങ്ങൾ ഇല്ല എന്നുള്ള രീതിയിലേക്ക് പറയുകയും ഇറാന്റെ ഭാഗത്ത് ഒരു രാജ്യവും പ്രത്യക്ഷത്തിൽ വരാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇന്നലെ ഇതിന്റെ കൂടെ പറയുമ്പോൾ ചൈനയുടെ ഒരു വിമാനം അവിടെ ഇറങ്ങിയിട്ടുണ്ട്, അതിനകത്ത് യുദ്ധക്കോപ്പുകളാണെന്നുള്ള രീതിയിലുള്ള സംസാരമുണ്ട്. ചൈന റഡാറിനൊന്നും പെടാതെ അവരുടെ സംവിധാനങ്ങളൊക്കെ ഓഫ് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോഴും പ്രത്യക്ഷത്തിലില്ല. കഴിഞ്ഞ ദിവസം പുടിന്റെ സംസാരം അങ്ങനെയായിരുന്നു. പുടിനുമായിട്ട് വിളിച്ച് ഖമേനി സംസാരിച്ചപ്പോൾ നിങ്ങൾ യുദ്ധം നിർത്താൻ നോക്ക്, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല, അപ്പം അതിനകത്ത് അത് ചർച്ചയിൽ കൂടി പരിഹരിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിൽ പുടിൻ സംസാരിച്ചു. അതിനുശേഷം യുദ്ധം നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചു എന്നൊക്കെയുള്ള രീതിയിലേക്ക് വരുന്നത്. അപ്പോഴും ഇറാന് പിന്തുണയില്ല. ഇറാന്
പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആ യുദ്ധത്തെ ജയിപ്പിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യത്തിൽ പുടിന് പോലും വ്യക്തതയില്ല. അതായത് ഇറാനും ഈ പറയുന്ന റഷ്യയുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് ഖമേനിയുടെ ജീവന് പോലും ഭീഷണി എന്നുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത്തരത്തിൽ യുദ്ധം നിർത്തി ഒരു പരിസമാപ്തിയിലേക്ക് ആക്കിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പുടിൻ നടത്തുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഈ ഖമേനി എന്ന് പറയുന്ന ആൾ അവസാനിച്ചാൽ യുദ്ധം അവസാനിക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യം, നമ്മളല്ല ഇപ്പൊ ഭയക്കേണ്ട ഒരു കാര്യം, ഇറാൻ ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടാർഗറ്റഡ് ആക്രമണമാണ് ഇപ്പൊ ഈ എത്ര പറയുമ്പോഴും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഓരോ ആക്രമണവും അവർ വളരെ ദീർഘമായിട്ട് അല്ലെങ്കിൽ വളരെ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്തിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇതിനകത്ത് എല്ലാവരും ചോദിക്കുക, ഖമേനി ബംഗറിൽ കുടുംബം ബംഗറിൽ അപ്പൊ സുരക്ഷിതമായ സ്ഥലത്താണ് എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള സംസാരമുണ്ട്. ഈ ഖമേനി ഉണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്കറിയത്തില്ല, എനിക്ക് അതിനകത്ത് ബോധ്യമില്ല ഉള്ള കാര്യം പറയാനുള്ളൂ. ഖമേനി ഈ ഖമേനി എന്ന് പറയുന്ന ആളുടെ അശരീരി കേൾക്കാൻ തുടങ്ങിയിട്ട് ഇതിന് ഇപ്പോഴത്തെ ആക്രമണത്തിന് മുമ്പുള്ള ഒരു വലിയ മിസൈൽ അല്ലെങ്കിൽ വ്യോമാക്രമണം നടത്തിയായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? ടാർഗറ്റ് ആയിട്ടുള്ള മണിക്കൂറുകൾ 100ഓളം വിമാനങ്ങൾ കയറി 5 മണിക്കൂർ ഇറാനകത്ത് കയറി ഒരു മെരുക്ക് വെച്ചിട്ട് ഇറങ്ങിപ്പോയി. അന്ന് ബൈഡൻ ആയിരുന്നു. ബൈഡൻ അങ്ങനെ പറഞ്ഞു, അതുപോലെ ആണവ നിലയങ്ങള് അല്ലെങ്കിൽ ആണവ സംഭരണശാലകൾ ഒന്നും ആക്രമിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്തൊന്നും ആക്രമിക്കാതെ സൈനിക കേന്ദ്രങ്ങളും വല്ലാത്ത ആശാസ്ത്രം വെച്ച് അന്ന് തൊട്ട് ഖമേനിയുടെ അശരീരി മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഖമേനിയുടെ മകനെ ചാർജ് ചെയ്യിപ്പിച്ചു. അങ്ങനത്തെ അവിടുന്ന് വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ വ്യക്തത വരുന്ന വാർത്തകളൊന്നുമില്ല. അപ്പൊ ഇപ്പോഴും ഖമേനിയുടെ അശരീരിയെ കേൾക്കുന്നുള്ളൂ. പിന്നെ പഴയ ഒരു പടവും ഒക്കെ വെച്ചിട്ട് പുള്ളിയെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം പ്രത്യക്ഷത്തിൽ വരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ടിവിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സുരക്ഷിത സംവിധാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അദ്ദേഹത്തിന് എവിടെങ്കിലും ഇരുന്ന് അദ്ദേഹത്തിന് ഒരു വീഡിയോ രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ സാധിക്കുന്നതൊക്കെ ഉള്ളൂ. അങ്ങനെ രാജ്യത്ത് ഇപ്പം നെതന്യാഹു നാട് വിട്ടുപോയെന്ന് പറഞ്ഞ മഹദൂദി ചാനൽ പറഞ്ഞപ്പോ നെതന്യാഹു പിറ്റേന്ന് അവിടെ വയ്ക്കുന്ന വീഡിയോ അവർ പുറത്തു വിട്ടല്ലോ, സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നെതന്യാഹു പേടിച്ച് നാട് വിട്ടു, ബംഗറിലായിരുന്നു, അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് കടന്നു, വേറെ എങ്ങോട്ടോട്ട് കടന്നു എന്നൊക്കെ പറഞ്ഞ ഇവിടുത്തെ മഹദൂദി ചാനൽ പറഞ്ഞപ്പോൾ പിറ്റേന്ന് നെതന്യാഹു യുദ്ധത്തിനകത്ത് പരിക്ക് പറ്റിയവരുടെ ഇടയിൽ നിന്നിട്ട് ആ പരിക്ക് പറ്റിയവരുടെ കുശലാന്വേഷണം നമ്മുടെ മോദിയൊക്കെ യുദ്ധസ്ഥലത്ത് ചെന്ന് സന്ദർശിക്കുന്ന പോലെ സന്ദർശിച്ചിട്ട് വെളിവിടുന്നവർ. അപ്പം ഖമേനി ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തത. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് ടാർഗറ്റഡ് ഓപ്പറേഷൻ ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ. അവരാദ്യം അവിടെ കയറി, അവർ ടാർഗറ്റ് ചെയ്ത് അറിയാമല്ലോ, ഇപ്പൊ ആദ്യം കയറിയപ്പോൾ അവർ ടാർഗറ്റ് ചെയ്ത സൈനിക ഉദ്യോഗസ്ഥന്മാരെയും അല്ലെങ്കിൽ ഖമേനിയുടെ ഉപദേഷ്ടാവിനെയും ശാസ്ത്രജ്ഞന്മാരെയും ഇത്രയും പേരെ ഇരിക്കുന്നിടത്ത് ഉറങ്ങിക്കിടക്കുന്നിടത്ത് അതേ സ്പോട്ടിൽ ചെന്ന് അവന്റെ ബെഡിൽ ചെന്ന് വീണ് ബോംബ് പൊട്ടിച്ചിട്ട് തിരിച്ചു പോരാമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഖമേനി ഇരിക്കുന്ന ആറയൊക്കെ അവർക്കറിയാം. കാരണം ടാർഗറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ നടത്തുന്ന പ്രയോഗങ്ങളൊക്കെ വളരെ കാലേ കൂട്ടി അവരതിനകത്ത് കയറി നിൽക്കുകയാണ്. ഇറാനിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇറാനിൽ കയറി നിൽക്കുന്നത് ജൂതന്മാരല്ല. ഈ മൊസാദ് എന്ന് പറയുന്നതിന്റെ ഓപ്പറേഷൻ വളരെ കാലേ കൂട്ടി അല്ലെങ്കിൽ എത്ര 50 കൊല്ലം കൊണ്ട് ശത്രുവായിട്ട് നിൽക്കുന്ന അല്ലേ ഇറാൻ. അപ്പൊ അങ്ങനെ കയറി നിന്ന് ഇപ്പൊ തന്നെ ആ ഓപ്പറേഷൻ ആദ്യം ഇപ്പൊ ലോകം ഓപ്പറേഷൻ കഴിയുമ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞാൽ അവിടെ നിന്ന് അടിക്കുകയല്ലേ മൊസാദ്. അവിടെ അവിടെ നിന്ന് ഡ്രോണുകൾ ആക്രമിക്കത്തക്കുള്ള ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് നിയന്ത്രിച്ചു അവരുടെ 300ഓളം വരുന്ന വിമാനങ്ങളെ. എന്നിട്ട് അവരുടെ സംവിധാനങ്ങൾ മൊത്തം ജാമാക്കി. അപ്പൊ ഇപ്പോഴും നിലവിലെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. കാരണം അതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നേരത്തെ ഇവര് പ്രോക്സികളുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ ഹമാസിന്റെ ഏറ്റവും വലിയൊരു തലവൻ അവരുടെ പ്രസിഡന്റിന്റെ മരണശേഷം രണ്ടാമത്തെ പ്രസിഡന്റ് ആരോപണത്തിൽ ഏറ്റവും കൂടുതൽ ഇറാൻ സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അത്തരത്തിൽ സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്ന ഒരാള് അവരുടെ സൈനിക താവളത്തിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് അയാൾ മരണപ്പെടുകയാണ്. ഇത് ബോംബ് വെച്ചാണോ ഏത് രീതിയിലാണെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ട് വെളി വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതുപോലെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഇസ്രായേൽ നേരത്തെ ഇതുപോലെ ഇതിന് യുദ്ധത്തിനൊക്കെ മുമ്പ് വളരെ കാലം മുമ്പ് ഇവരുടെ ഏറ്റവും വലിയൊരു ആണവ ശാസ്ത്രജ്ഞൻ അദ്ദേഹം കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വലിയ സുഖം. അന്ന് വലിയ ചർച്ച ചെയ്താ അദ്ദേഹത്തിന്റെ ഭാര്യ അപ്പുറത്തുണ്ട്, ഗൺമാന്മാർ അപ്പുറത്തുണ്ട്, കവചിത വാഹനമുണ്ട്. ഈ മനുഷ്യൻ മാത്രം മരണപ്പെടുക. അപ്പൊ ആ രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു രാജ്യമാണ് റഷ്യ. കാരണം എവിടുന്ന് വരുന്നത് കഴുത്തിൽ മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ചില അവർ ഉപയോഗിക്കുന്ന ചില ആയുധങ്ങളല്ല ഡ്രോൺ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ
ഭഗവാന്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന മഹാവിഷ്ണുവിന്റെ കയ്യിൽ സുദർശർക്കണം പോലില്ല. ഇപ്പൊ ഈ മനുഷ്യൻ, ഈ പറഞ്ഞ ശാസ്ത്രജ്ഞൻ എങ്ങനെയാ മരിച്ചത്? അത് കഴുത്തിന്റെ കർണയരമ്പ് കണ്ടിച്ചിട്ട് അങ്ങ് പോവാ. അയാൾ അവിടെ ഇരുന്ന് മരിക്കുകയാണ്. ഖമേനിയെ വധിക്കണ്ട എന്ന് ഒരുപക്ഷെ പറഞ്ഞതുകൊണ്ട് മാത്രം ഖമേനിയെ മാറ്റി നിർത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ പറച്ചിൽ പോലും നാളെ കാലത്തെ ഒരുപക്ഷെ കേൾക്കണമെന്നില്ല ഈ ഇസ്രായേൽ. കാരണം ഖമേനിയെ വധിക്കണ്ട എന്ന് പറയുന്നതിന്റെ കാര്യം, ഖമേനിയ ഈ പറയുന്ന പോലെ ഇവിടുത്തെ പരമാധികാരി പോലെ ലോകത്തുടനീളമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു മതമേലധ്യക്ഷനായിട്ടും മതാചാര്യനായിട്ടും കാണുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വധം ലോകത്തുടനീളം പല ഭാഗങ്ങളിലും പല രാജ്യങ്ങളിലും പ്രോക്സി ഗ്രൂപ്പുകളുടെ ഒരു ഭീകരാക്രമണത്തിനും അത്തരത്തിലുള്ള നീക്കങ്ങൾക്കും ഒക്കെ കാരണവും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ഒരു യുദ്ധത്തിൽ നിലവിൽ നിൽക്കുന്ന രാജ്യമാണ്. അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവരതിനെയൊക്കെ തരണം ചെയ്യും. പക്ഷെ മറ്റു രാജ്യങ്ങൾക്ക് ത്രെട്ടാവും. അതുകൊണ്ടാണ് ഈ ഖമേനിയെ വധിക്കേണ്ട, രാഷ്ട്രീയ നേതാക്കളെ വധിക്കേണ്ട, അത്തരത്തിലുള്ള വാദത്തിൽ നിന്ന് ഇപ്പൊ പുറകോട്ട് പോകണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വീറ്റോ ചെയ്തു, അതിന് അനുമതി കൊടുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ അനുമതിക്കൊന്നും കാത്തു നിൽക്കുന്ന ഒരവസ്ഥ ഒരുപക്ഷെ നാളെ കാലത്തെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും നെതന്യാഹുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവത്തില്ല. അതാണ് ഇപ്പോഴത്തെ യുദ്ധത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നെ റഷ്യയും പറഞ്ഞിട്ടുണ്ട് ഖമേനിയെ തൊടണ്ട. പക്ഷെ ഇതൊക്കെ നാളെ കാലത്തെ അതിനപ്പുറം ഖമേനി ഉൾപ്പെടെയുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കി അവിടുത്തെ ഭരണമാറ്റം ഉണ്ടാക്കിയിട്ട് തന്നെ യുദ്ധം തീരുമോ എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഈ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യം വെച്ച് തന്നെയുള്ള ഒരു യുദ്ധമായിരിക്കും നെതന്യാഹു ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോ ബോധ്യമാകുന്നത്. കാരണം കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കം തന്നെയാണ്. കാരണം ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഈ ഭരണ സംവിധാനവുമായിട്ട് മുന്നോട്ട് പോയാൽ ഇസ്രായേലിന് യാതൊരു കാരണവശാലും സമാധാനത്തെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ഒരു ത്രെട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാന് ശേഷം പാക്, അതായത് അസ്ഥിരമായിട്ടുള്ള മതരാജ്യങ്ങളുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ ഈ സമാധാനത്തെയും അല്ലെങ്കിൽ സന്തോഷത്തെയും പോകുന്ന, അല്ലെങ്കിൽ ലോകത്തെയും രാജ്യത്തെയും ഒക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം പങ്കില്ല എന്ന് പറയുമ്പോഴും അമേരിക്ക അറിഞ്ഞിരിക്കുന്നു. അമേരിക്കയ്ക്കും ഒരുപക്ഷെ ഖമേനി എന്ന് പറയുന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ അത്തരത്തിൽ മാറ്റം വരുത്തി പഴയ അമേരിക്കയുമായിട്ടൊക്കെ ബന്ധമുള്ള, അമേരിക്ക ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്ന പഴയ രാജകുടുംബത്തിലെ അംഗമായിട്ടുള്ള ആളിനെ തിരിച്ചു കൊണ്ടുവന്ന ഒരു ഭരണ സംവിധാനം ഏൽപ്പിക്കുന്നതിന് വേണ്ടിയും അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അതിനേക്കുള്ള ഒരു നീക്കമാണ്. അപ്പം അത്തരത്തിൽ ആ നീക്കത്തിൽ ഇപ്പം ലോകം ചർച്ച ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ബിസിനസ് താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് അമേരിക്ക നേരിട്ട് ഇടപെടുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. നാളെ കാലത്ത് ഇസ്രായേലിന് ഒരു തട്ടുകേട് വന്നാൽ, വേറെ ആരെങ്കിലും ഇടപെടുന്ന രീതിയിലേക്ക് യൂറോപ്യൻ കൺട്രീസും അല്ലെങ്കിൽ അമേരിക്കയും ഒക്കെ അതിന്റെ ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി യുദ്ധക്കപ്പലുകളും ഒരുപക്ഷെ ആണവായുധ പോർമുഖങ്ങളും അല്ലെങ്കിൽ ആണവായുധം വഹിച്ചുകൊണ്ടുള്ള യുദ്ധവിമാനങ്ങളും ഒക്കെ ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. ബ്രിട്ടനിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളും ജർമ്മനിയും ഒക്കെ അതിന് തയ്യാറെടുക്കുന്നു. അല്ലെങ്കിൽ ബ്രിട്ടനിലുള്ള യുദ്ധവിമാനങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തയും വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ചേരി തിരിഞ്ഞുള്ള ആക്രമണത്തിന് ആവശ്യമെങ്കിൽ തയ്യാറാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഏതായാലും ഇറാൻ ജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാണാൻ പറ്റുന്നില്ല. കാരണം ഇറാന് പരസ്യ പിന്തുണയുമായി ഇതുവരെയും ഒരു രാജ്യങ്ങളും വന്നിട്ടില്ല. എന്നാൽ ഇസ്രായേലിന് വേണ്ടി വന്നാൽ പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി അമേരിക്കയും നാറ്റോയും യൂറോപ്പും ഒക്കെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇറാൻ ഒരു പ്രോക്സി അല്ലെങ്കിൽ ലോകത്തുടനീളം സമാധാനക്കേട് ഉണ്ടാക്കാൻ നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് അത് അങ്ങനെ രണ്ട് അടി കിട്ടുന്നെങ്കിലും, അത്തരത്തിൽ അടി കിട്ടിയാൽ ഒരു വ്യത്യാസം വരുന്നെങ്കിൽ വന്നോട്ടെ എന്നുള്ള രീതിയിലേക്കാണ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉൾപ്പെടെയുള്ള നീക്കം. ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയൊക്കെ പലവട്ടം സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇതിനകത്തൊരു കോംപ്രമൈസ് ടോക്ക് ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴൊക്കെ അതിനൊരു വ്യക്തത വരുത്തുന്ന മറുപടി ഇസ്ലാമിക രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കാണുന്നില്ല. അപ്പോൾ യുദ്ധം ഒരുപക്ഷെ ഇറാന്റെ അന്ത്യത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഖമേനി ഭരണകൂടത്തിന്റെ എങ്കിലും അന്ത്യത്തിലേക്കൊക്കെ നീങ്ങും എന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ വിചാരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.